ഹലോ ഫ്രണ്ട്സ്, സോഴ്സ് ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരുപാട് തിരക്കുകൾ കാരണമാണ് വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. ഇന്ന് മുതൽ ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. റിമോട്ട് സെക്ഷൻ കംപ്ലൈൻ്റായി ഉപയോഗശൂന്യമായ ഒരു ഹോം തിയേറ്ററിന് ആംപ്ലിഫയർ സെക്ഷൻ എങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു വീഡിയോയാണ്. മിക്കപ്പോഴും റിമോട്ടുകൾ മാത്രമുള്ള ഹോം തിയേറ്ററുകൾ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാടുണ്ട്. റിമോട്ട് സെക്ഷൻ കംപ്ലൈൻ്റ് ആയി പോകും, റിമോട്ട് കിട്ടാതെ ആകും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഹോം തിയേറ്റർ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റാതെ ആകും. ഇതൊരു ഫിലിപ്സിൻ്റെ 5.1 ഹോം തിയേറ്ററാണ്. പക്ഷേ ഇത് റിമോട്ടിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. റിമോട്ട് നഷ്ടപ്പെട്ടു പോയി, പുതിയത് വാങ്ങാൻ നടന്നിട്ട് കിട്ടിയതുമില്ല. അപ്പോൾ അവർ ഇത് കളയാൻ വേണ്ടി വെച്ചിരുന്ന സാധനമാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ ആംപ്ലിഫയർ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ള, നമുക്ക് വീണ്ടും പഴയ നമ്മുടെ സാധാ ഓളിംഗ് കൺട്രോൾ വെച്ച് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ള വീഡിയോ അടുത്ത ദിവസങ്ങളുണ്ടാകും. ഇത് എങ്ങനെ ആംപ്ലിഫയർ സെക്ഷൻ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ള വീഡിയോ ആണിത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഫിലിപ്സിൻ്റെ ഹോം തിയേറ്റർ. ഇത് ഫ്രണ്ട് സൈഡിൽ ഒരു 4 ഇഞ്ച് സബ് വൂഫർ, ബാക്കിൽ ഔട്ട്പുട്ട് സ്പീക്കറിൻ്റെ, ഇത് ഇൻപുട്ട്. അപ്പോൾ ഇതിൻ്റെ സ്ക്രൂ എല്ലാം ഞാൻ അഴിച്ചു വച്ചിട്ടുണ്ട്. ബാക്ക് സൈഡിലാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും. ഇത് റിമോട്ട് സെൻസറിലോട്ടും പവർ LED-യിലോട്ടുമുള്ള കണക്ഷനാണ്. റിമോട്ട് വഴി മാത്രമേ ഈ ഹോം തിയേറ്റർ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആംപ്ലിഫയർ സെക്ഷൻ എങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ള വീഡിയോ ആണ്. ഇത് ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊരു സ്പീക്കർ വേണമല്ലോ. ഒരു സ്പീക്കർ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ റിമോട്ടിൻ്റെ കേബിളിനെ ഡിസ്കണക്ട് ചെയ്യാം. ഇത് ആവശ്യമില്ല, ഇനി റിമോട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല, റിമോട്ട് കിട്ടാനുമില്ല. അതുകൊണ്ട് ഈ കേബിളിനെ ഡിസ്കണക്ട് ചെയ്യാം. ഇതിൽ SCL, SDA, ഗ്രൗണ്ട്, VCC, സ്റ്റാൻഡ് ബൈ, പിന്നെ 5 കണക്ഷൻ പിന്നുകളാണുള്ളത്. നമുക്ക് സ്പീക്കറിൻ്റെ വയർ ഓരോ ചാനലായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. ഇതാണ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൽ സോക്കറ്റ് ഡയറക്റ്റ് കണക്ട് ചെയ്യാം. ഇതൊരു ചാനൽ 1, 2, 3, 4, 5 5.1 ഹോം തിയേറ്റർ. ഈ ബോക്സിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ പവർ കൊടുത്തു, ഓൺ ചെയ്തു. ഇവിടെ ഇൻപുട്ട് സെലക്ഷൻ, ബാസ് ട്രബിളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു IC ഉണ്ടായിരുന്നു, അതിന് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും സപ്ലൈ കൊടുത്തിട്ട് നമുക്ക് ഇൻപുട്ടൊന്നും വർക്ക് ചെയ്യുന്നു. ഇൻപുട്ടിൽ ടച്ച് ചെയ്തിട്ടാൽ ഒന്നും എങ്ങും തൊട്ടിട്ടും ആഡിയോ ഔട്ട്പുട്ടൊന്നും വരുന്നില്ല. നമുക്ക് വർക്ക് ചെയ്യിക്കണമെങ്കിൽ ഈ 5 പിന്നിൽ VCCയും സ്റ്റാൻഡ് ബൈയും കൂടെ ഷോർട്ട് ചെയ്ത് കൊടുക്കണം. അത് എല്ലാ ഹോം തിയേറ്ററിലും ഇതുപോലെയാണ്. ഇതുപോലെ റിമോട്ട് നഷ്ടപ്പെട്ടു പോയാലോ റിമോട്ട് കിട്ടാതെ വരികയോ ചെയ്താൽ നമുക്ക് പിന്നെ ഇത് കളയാനേ പറ്റത്തുള്ളൂ, റിമോട്ട് മാത്രം വർക്ക് ചെയ്യുന്ന സിസ്റ്റം ആകുമ്പോൾ. അപ്പം നമുക്ക് ഇതുപോലെ ഈ VCCയും സ്റ്റാൻഡ് ബൈ ബട്ടണും കൂടെ ഒന്ന് ഇത് ഷോർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഇൻപുട്ടിൽ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ഓഡിയോ വർക്ക് ചെയ്യുന്നത് കേൾക്കാം. ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ചാനൽ നോക്കാം. രണ്ടാമത്തെ ചാനൽ വർക്ക് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഇത് നല്ല ആഡിയോ ഔട്ട്പുട്ടുണ്ട്, വോളിയം വരും. പക്ഷേ മറ്റു 2 ചാനലും എന്തോ ഒരല്പം വോളിയം കുറവ്. ഇനി IC കംപ്ലൈൻ്റ് ആണോ എന്നറിയില്ല. എന്തായാലും ഇത് നല്ല പവറുണ്ട്, ആഡിയോ ഔട്ട്പുട്ട് അതുമുണ്ട്, ഔട്ട്പുട്ടുണ്ട്. ഇപ്പം ഇതുപോലെ എല്ലാ ആംപ്ലിഫയറും നമുക്കിതുപോലെ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ സ്റ്റാൻഡ് ബൈയും VCC എന്നുള്ള പിന്നും ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആംപ്ലിഫയർ സെക്ഷൻ മാത്രം വർക്ക് ചെയ്യും. അത് വർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ആംപ്ലിഫയർ സെക്ഷൻ മാത്രം നമുക്ക് വർക്ക് ചെയ്യിച്ചെടുക്കാം. ഇതിന് ശേഷം നമുക്കൊരു ചെറിയൊരു ബാസ്റ്റോൾ ബോർഡും ഒരു മിക്സറും കൂടെ ചെയ്തിട്ട് 5.1 ആയിട്ട് നമുക്ക് പിന്നെ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാം. അത് അടുത്ത വീഡിയോയിൽ നമ്മളിത് എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെ റിമോട്ട് നഷ്ടപ്പെടുകയോ കിട്ടാതിരിക്കുകയോ പിന്നെ സിസ്റ്റം വർക്ക് ചെയ്യിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ
നമുക്കിതിൻ്റെ ആംപ്ലിഫയർ സെക്ഷൻ എങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ള വീഡിയോ ആണിത്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ ഇതിനേക്കാൾ നല്ല നല്ല വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.